എപ്പോഴും ഓർക്കുക, മറ്റൊരാൾക്ക് നമ്മുടെ സന്തോഷം ഒരു പരിധിവരെ മനസ്സിലാകും. പക്ഷേ നമ്മുടെ ഉള്ളിലെ സങ്കടം മറ്റൊരു മനുഷ്യനും അതിൻ്റേതായ ആഴത്തിൽ മനസ്സിലാകില്ല. അതാര് തന്നെയായാലും, എത്ര പ്രിയപ്പെട്ടവരെന്ന് പറഞ്ഞാലും ആ സങ്കടത്തിൽ നമ്മളോടൊപ്പം സഹതപിക്കാം എന്നല്ലാതെ അതിനപ്പുറം ആ സങ്കടത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ അവർക്കാർക്കുമാവില്ല. കർത്താവിന് മാത്രമേ അത് കഴിയൂ. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ 94:19 ഇങ്ങനെ പറയുന്നത്: എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നത്, നിന്നെ മനസ്സിലാക്കുന്നത്, നിന്റെ വേദനയുടെ ആഴമറിഞ്ഞ് നിന്നെ ചേർത്ത് പിടിക്കുന്നത് അത് കർത്താവ് മാത്രമാണ്. കർത്താവ് നിനക്ക് ആശ്വാസം നൽകുമ്പോഴാണ് നിന്റെ മനസ്സിന്, നിന്റെ ആത്മാവിന് ഒരു പുതിയ ഉണർവ് ലഭിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് മനസ്സ് തുറക്കാം. കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയങ്ങൾ സമർപ്പിക്കാം. നമുക്കും ഏറ്റുപറയാം: കർത്താവെ, അങ്ങിൽ ആശ്രയിക്കുമ്പോഴാണ് ഞാൻ യഥാർത്ഥ ആശ്വാസം കണ്ടെത്തുന്നത്. തലവണങ്ങി ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും മേഘജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ആവാസവും ഇന്നും എപ്പോഴും നിങ്ങളോടൊപ്പവും, നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളോടൊപ്പവും, നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളോടൊപ്പവും ഇപ്പോഴും